മാറ്റം എപ്പോഴും നല്ലതിനാണ്. അതെ, അത്തരത്തിൽ വലിയൊരു അഴിച്ചുപണി നടത്തിക്കൊണ്ട് കോൺഗ്രസ് അടിമുടി മാറിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു വർക്കിംഗ് പ്രസിഡന്റായി ഷാഫി പറമ്പിൽ, വിശ്വനാഥ് എന്നിങ്ങനെയുള്ള യുവതാരനിരങ്ങളെ അണിനിരത്തിയുള്ള കോൺഗ്രസ് മാറ്റത്തിന്റെ തിരിതെളിഞ്ഞത്. സംഘടനാ ശക്തി ഉണ്ടെങ്കിലേ ഒരു പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. പുറമോടിയിൽ കാണുന്നതല്ലാതെ മുക്കിലും മൂലയിലും വരെ ഒരു ശക്തി ഉണ്ടാക്കാൻ കഴിയണം. അതിൽ പലപ്പോഴും കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്നതിൽ സംശയമേയില്ല. ആ വീഴ്ചയെ പരിഹരിച്ചുകൊണ്ടാകട്ടെ തുടക്കം. പുതിയ KPCC നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ അടിമുടി മാറ്റത്തിനൊരുങ്ങി എന്ന വാർത്തകളാണ് ഇപ്പോൾ കേരളക്കരാകെ പടരുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും നേതൃത്വ മാറ്റം ഉണ്ടാകും. സംസ്ഥാനത്തെ 10 DCC അധ്യക്ഷന്മാരെ മാറ്റുവാനാണ് തീരുമാനം എന്നും പറയുന്നുണ്ട്. അടിത്തറ നന്നായാലേ നല്ലൊരു വീടുണ്ടാക്കാനാകൂ എന്ന് കോൺഗ്രസ് പഠിച്ചിരിക്കുന്നു. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം DCC അധ്യക്ഷന്മാർക്കാണ് മാറ്റമില്ലാത്തത്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് പുനഃസംഘടനയിൽ നിന്നും 4 DCCകളെ ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ ചില ഭാരവാഹികളെയെങ്കിലും മാറ്റാൻ സാധ്യതയുണ്ട്. ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ സുപ്രധാന ചർച്ചയും പുനഃസംഘടന സംബന്ധിച്ചുള്ളതാകും. പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് DCCകളിലും നേതൃത്വമാറ്റം കൊണ്ടുവരുന്നത്. KPCC ഭാരവാഹികളെ ഉടൻ തീരുമാനിക്കും എന്നാണ് വിവരം. ആരാണ് ചുമതലകളിലേക്ക് വരേണ്ടത് എന്നത് സംബന്ധിച്ച് ഇന്നലെ തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ജംബോ കമ്മിറ്റി ഒഴിവാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. യോഗങ്ങൾ പോലും കൃത്യമായി വിളിച്ചു ചേർക്കുന്നില്ല. മാത്രമല്ല, പലരും ചുമതലകൾ അലങ്കാരമായി മാത്രമാണ് കാണുന്നത്. കൃത്യമായി പ്രവർത്തന രംഗത്തും ഉണ്ടാകുന്നില്ല. അതിനാൽ ഭാരവാഹികളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നടക്കാനിരിക്കവേ ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കരുത് എന്നും ആവശ്യവുമുണ്ട്. വ്യക്തി കേന്ദ്രീകൃത നേതൃത്വം എന്നതിനേക്കാൾ ഉപരി ഒരു ടീം എന്ന നിലയിലാണ് ഹൈക്കമാൻഡ് പുതിയ നേതൃത്വ സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തലങ്ങളിലും മാറ്റം വരാം. മുഴുവൻ ഭാരവാഹികളെയും മാറ്റുമോ അതോ കുറച്ചുപേരെ മാത്രം മാറ്റി ഭാഗിക പുനഃസംഘടനയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വർക്കിംഗ് പ്രസിഡന്റായി 1 വർഷം തികയും മുൻപ് TN പ്രതാപനെ മാറ്റിയ സ്ഥിതിക്ക് സമ്പൂർണ്ണ പുനഃസംഘടനയാകും ഉദ്ദേശിക്കുക എന്ന് കരുതുന്നു. നിലവിൽ 32 ജനറൽ സെക്രട്ടറിമാരും 4 വൈസ് പ്രസിഡന്റുമാരും KPCCക്കുണ്ട്. തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട കൂടുതൽ ഭാരവാഹികളെ നിയമിക്കുവാനും സാധ്യത ഉണ്ട്. ട്രഷറർ സ്ഥാനത്തും ഒഴിവുണ്ട്. പുനഃസംഘടനയ്ക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട്. അതിന് AICCയുടെ അംഗീകാരം വാങ്ങി മുന്നോട്ട് നീങ്ങുവാനാണ് സാധ്യത. DCC പ്രസിഡന്റുമാരിലും ഉടനടി മാറ്റത്തിനാണ് സാധ്യത. ഇവരുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് AICCയുടെ മേശപ്പുറത്തുണ്ട്. ഈ സാഹചര്യങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട് നിർണായകമായി മാറും. KPCC പ്രസിഡന്റായി ചുമതലയേറ്റ സണ്ണി ജോസഫിന്റെ സ്ഥാനമൊഴിഞ്ഞ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് ഇന്ദിരാഭവനിലെ പ്രസിഡന്റ് കസേരയിലേക്ക് ആനയിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ തീരുമാനം എന്തായാലും കലക്കി. കാരണം ഇങ്ങനെ തന്നെയാണ് തുടക്കം കുറിക്കേണ്ടത്. കോൺഗ്രസിന് ഒരു മികച്ച തുടക്കം തന്നെ ഉണ്ടായിരിക്കുകയാണ്. പിണറായി ഭരണം അവസാനിപ്പിക്കുമെന്ന വാക്കുകൂടി സണ്ണി നൽകിക്കൊണ്ടാണ് ചുമതലയേറ്റിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്.